ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. നിന്നെ ഈ ചെക്ക രണ്ടു കാലം നടന്നില്ലെങ്കിൽ ഭൂമി എന്താ കറങ്ങാതിരിക്കോ? നിർത്തറ, നീ പറഞ്ഞു എങ്ങോട്ടാ പോന്നേ? ഇവളെന്ത് തെറ്റ് ചെയ്തിട്ടാ നീ ഇവളോട് ചൂടാവുന്നേ? ഇന്നത്തെ കാലത്ത് ഇത്രയും നല്ല മനസ്സിലുള്ള ഒരാളെ കാണാൻ കിട്ടുവോ? അച്ഛൻ എന്താ കാര്യം മനസ്സിലാക്കാതെ സംസാരിക്കുന്നത്? ഞാനെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. എടാ മോനെ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ കണക്ക് നോക്കരുത്. നാളെ നമുക്കൊരാവശ്യം വരുമ്പോ നമ്മൾ ചെയ്ത നല്ലതിന്റെ ഫലം നമുക്ക് തിരിച്ചു കിട്ടും. ശരി, അപ്പൊ എന്റെ ഫീസ് ആര് കെട്ടും? ഇവള് മത്സരത്തിൽ ജയിച്ചില്ലായിരുന്നെങ്കിലും നിന്റെ ഫീസ് ഞാൻ തന്നെയല്ലേ കെട്ടേണ്ടി വരിക? ഇത്രയും വർഷം എങ്ങനെയാണോ നിന്റെ ഫീസ് കെട്ടിയത് അതുപോലെ തന്നെ ഇത്തവണയും കെട്ടും. നീ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് സമയം കളയണ്ട. മര്യാദയ്ക്ക് പഠിക്കാൻ നോക്കിയാൽ മതി. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യൂ. എനിക്കൊന്നും വേണ്ട, വയറ് നിറഞ്ഞു. രാവിലെ ഇത്രക്കോളം കഴിച്ചിട്ട് പോയതാ. ഇപ്പഴൊന്നും വന്ന് കഴിക്കാനിരുന്നത് അതിന് സമ്മതിച്ചില്ല. പഠിക്കുന്ന പയ്യനാണെന്നുള്ള ഒരു ബോധം പോലും ഇല്ലേ നിങ്ങൾക്ക്? ഇവനൊക്കെ എന്ത് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ആദ്യം എവിടെ എങ്ങനെ സംസാരിക്കണം എന്നൊരു ബോധം വേണം. ശരി ഏതാ തെറ്റേതാന്നൊരു ബോധം പോലും നിന്റെ മോനില്ല. അതെ, നിങ്ങളുടെ മോനായതുകൊണ്ടാ. ഇല്ലെങ്കിലേ അവന് കുറച്ചുകൂടെ വിവരം വെച്ചേനെ. എടാ കാർത്തി, മോനെ അമ്മ ചോറും കൊണ്ട് വരുവാ. അവന് വിഷമമായി പാറു. അമ്പാടി കഴിക്കടാ. മോനെ അമ്പാടി, അവൻ പറഞ്ഞതൊന്നും മോൻ മനസ്സിൽ വെക്കരുത്. ചിലപ്പോ അവൻ അങ്ങനെയാ. മോൻ കഴിച്ചോ മക്കളെ? അമ്പാടി മോനെ കഴിക്കടാ. കഴിക്ക്. ചേട്ടൻ ദേഷ്യപ്പെട്ടത് എന്റെ അടുത്ത അമ്പാടി. പക്ഷെ അതിന് കാരണം ഞാനല്ലേ?